നിങ്ങൾ 7 അറ്റംപ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ സി ഇന്റർ ക്ലിയർ ചെയ്തെന്ന് പറയാം. ഇപ്പൊ നമ്മൾ ബാക്കൊക്കെ നോക്കുമ്പോൾ ആ ജേർണി ഫുള്ള് ബ്യൂട്ടിഫുൾ ആണ്, ബിക്കോസ് യു അച്ചീവ്ഡ് ഇറ്റ്. അതെ. പക്ഷെ ഓരോ Yeah. റിസൾട്ട് വരുമ്പോഴും യു ഡോണ്ട് നോ ദി ഫ്യൂച്ചർ. അപ്പൊ നമ്മള് വാട്ട് കെപ്റ്റ് യു ഗോയിങ് ഓവർ ദെയർ? അറ്റ് സം സ്റ്റേജ് നിങ്ങൾ മേ ബി ഒരു കൺക്ലൂഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മേ ബി വുഡ് യു അഡ്മിറ്റ് ദാറ്റ് 7 അറ്റംപ്റ്റ്സ് എടുത്തത് നിങ്ങളെ ഫോൾട്ട് തന്നെ ആയിരുന്നു, അതോ മേ ബി അപ്പോൾ ഇതിനേക്കാൾ പിന്നെ ആരെ ഫോൾട്ടാ? ഞാൻ തന്നെയാണ്, എന്റെ ഫോൾട്ട് തന്നെയാണ്. സി എ എടുക്കട്ടെ എന്നൊരാൾ ചോദിച്ചാലും ഇപ്പൊ ഞാൻ പറയാലോ ഞാൻ സി എ എടുക്കട്ടെ, നിങ്ങൾ എന്താ പറയാ? നിങ്ങളെ ഫസ്റ്റ് റിയാക്ഷൻ എന്താ ഉണ്ടാവുക? സെക്കൻഡ് തിങ് മേ ബി പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം യു എ ഇ ആർട്ടിക്കിൾഷിപ്പ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എന്തൊക്കെ ശ്രദ്ധിക്കണം? യെസ് അലി, എവിടെയുള്ളത്? ദുബായില്? അല്ല, ഞാൻ ഇപ്പൊ അല്ലൈൻ മാളില്, അല്ലയില്ല. അലൈൻ മോളിലാണ്, മാഷാ അല്ലാ. ഇവിടെ ഇപ്പൊ കുടിക്കാൻ കൊക്കക്കോള വലിയ ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. എങ്ങനെ? കുടിക്കാൻ കൊക്കക്കോള, വലിയ ഫ്ലാറ്റ്, വലിയ വണ്ടി ഒക്കെ ഉണ്ട് പറയാ. ലക്ഷറി ലൈഫാണ്. ഉം, അതെ അതെ. മാഷാ അല്ലാ. അലീന ഇന്ന് എൻ്റെ സെഷനിൽ എത്തിക്കാനുള്ള മെയിൻ റീസൺ, ഞാൻ നമ്മളെ ഈ മെയ് എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ആഫ്റ്റർ ദ റിസൾട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു അബൌട്ട് ബേസിക് എങ്ങനെയാണ് നിങ്ങളൊരു റിക്കവറി പ്ലാൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ വീഡിയോൻ്റെ അടിയിൽ അലി മെസ്സേജ് ഇട്ട്, ആൻഡ് ഐ തിങ്ക് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ്. ആൻഡ് ദി കമൻറ്റ് ഗോസ് എക്സാക്ട്ലി ലൈക്ക് ദിസ്: March 4, 2025, 12:05 p.m. That was the exact time I checked my CA inter results and realized I have successfully become a CA finalist. ഒരു 30 സെക്കൻഡ് ഐ വാസ് സ്റ്റാൻഡിങ് സ്റ്റിൽ. പിന്നെ ബൈക്ക് എടുത്ത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ട് സ്റ്റേഷനിലെത്തി ഒരു ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്തു. ഐ എം ഷുവർ യു നോ വാട്ട് ഐ ഡിഡ് നെക്സ്റ്റ്. യപ്പ്, ഐ റീക്രിയേറ്റഡ് ദി എക്സാക്ട് സീൻ ഇൻ ജേഴ്സി മൂവി. ഇത്രക്കൊക്കെ ഡ്രാമ ഇടാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദാറ്റ് വാസ് മൈ 7th അറ്റംപ്റ്റ് ഇൻ സി എ ഇന്റർമീഡിയറ്റ്. സോ ഐ ഗെസ് ഐ ഡിസേർവ് ദ ഡ്രാമ. ഇന്ന് റിസൾട്ട് വന്നിട്ട് കിട്ടാത്തവരോട് എനിക്ക് ഒന്ന് പറയാനുള്ളൂ: കം ബാക്ക് സ്ട്രോങ്ങർ, നെവർ ഗിവ് അപ്പ്. ഇഫ് സൂസാർ ഇസ് ഓക്കെ, ഐ ആം റെഡി ടു ഹെൽപ്പ് ദോസ് ഹൂ കുഡൻ ക്ലിയർ ദിസ് ടൈം. ആൻഡ് സൂസാർ ഈസ് ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് നമ്മളെ ഈ സെഷനിലേക്ക് എത്തിച്ചത്. മേ ബി അലി നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാതിരി എങ്ങനെയൊക്കെ സ്റ്റുഡൻസിന് വാല്യൂ എഡിഷൻ കൊടുക്കാൻ പറ്റുമോ, ഇൻഷാല്ലാ നിങ്ങൾ ട്രൈ ചെയ്യും. മേ ബി നമ്മളെ ഈ ഒരു എഫേർട്ട് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇനിഷ്യേറ്റീവ് മാത്രമാവട്ടെ. അലി, യാ. ഇപ്പോൾ ഏകദേശം ഒരു 14 ഇയേഴ്സ് ആയിട്ട് ടീച്ചിങ് ഫീൽഡിൽ, ആൻഡ് ഐ ട്രൈ ടു സപ്പോർട്ട് സ്റ്റുഡൻസ്. ജസ്റ്റ് ഒരു ലോ ക്ലാസ് മാത്രം കൊടുക്കലല്ല, അവരെ എങ്ങനെയൊക്കെ അവരെ കരിയർ അവർ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും മാക്സിമം ട്രൈ ചെയ്യും. പക്ഷേ എനിക്കുള്ള ലിമിറ്റേഷൻസ് എന്താ വെച്ചാൽ, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് 3 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്തത്. സോ That is a യെസ്. big limitation. Yeah. എങ്ങനെ? കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാന്, ഐ മീൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാന് വലിയ മോട്ടിവേഷൻ തന്നെയാണത്. ബട്ട് ഒരു അറ്റംപ്റ്റ് പാളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നില്ല. ദാറ്റ് ഇസ് വൺ ഇൻസെക്യൂരിറ്റി. പോയിന്റ്. ദാറ്റ് ഇസ് വൺ പോയിന്റ്. യാ. കാരണം മേ ബി ഒരു സ്റ്റുഡൻസിന് എനിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസിന്റെ ബേസിസിൽ കുറേ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ പോലും മേ ബി ഒരു ഒരു ഫെയിലിയർ ഫേസ് ചെയ്ത സ്റ്റുഡൻറ്റിൻ്റെ ആ സ്റ്റേജിലൂടെ ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട്, യെസ് നമുക്കിത് എത്ര മനസ്സിലാക്കാൻ പറ്റും, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു എന്ന് പറഞ്ഞാൽ പോലും മേ ബി ചിലപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂല. ആൻഡ് ഐ സിൻസിയർലി ബിലീവ് സി എ കംപ്ലീറ്റ് ചെയ്യണ ഓരോ സ്റ്റുഡൻറ്റിനും അവരെ ഓൺ സ്റ്റോറി ഉണ്ടാവും. ആ സ്റ്റോറി നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ആ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും സ്വന്തമായിട്ടുള്ള സ്റ്റോറി ബിൽഡായി വരും. ഉം, ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ജസ്റ്റ് പാസ് ആയിരുന്നു. അതായത് എനിക്ക് ക്യാരി ഫോർവേഡ് കിട്ടിയിട്ട് ഞാൻ പാസ്സായത്. ഒരു 12 മാർക്സിൻ്റെ ഷോർട്ടേജ് ഗ്രൂപ്പ് 1 ഉണ്ടായിരുന്നു സി എ ഫൈനലിൽ. സെക്കൻഡ് ഗ്രൂപ്പിൽ എക്സസ് മാർക്ക് ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അഗ്രിഗേറ്റ് 2 മാർക്കിനാണ് ഞാൻ പാസ്സാവുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ, ആൻഡ് ഞാൻ ഓരോ അറ്റംപ്റ്റ് എഴുതുമ്പോഴും ഞാൻ ഉറപ്പിച്ചതാണ് മൈൻഡിൽ അതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ആ അറ്റംപ്റ്റ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ഒരു എഴുതാൻ വരില്ല. ആൻഡ് ഐ വുഡൻ ഹാവ് റിഗ്രറ്റ് ഓൾസോ. കാരണം ഓരോ അറ്റംപ്റ്റ് ഞാൻ അത്ര എഫേർട്ട് ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ആൻഡ് ഫെയിൽ ആയാലും ഐ വുഡ് ഹാവ് ദിസ് ഫീലിംഗ് ദാറ്റ് വാട്ട് എവർ ഹാപ്പൻസ് ഹാപ്പൻസ് ഫോർ ഗുഡ്. ജീവിച്ച് പോകണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ ആവണം എന്നില്ല. കാരണം ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ആൻഡ് പഠിത്തത്തിനോട് ഏകദേശം കംപ്ലീറ്റ്ലി ഒരു വെറുപ്പും വന്ന് എല്ലാം വന്ന്. സോ വെൻ ത്രൂ ഔട്ട് ഞാൻ അങ്ങനെ മോട്ടിവേഷൻ കാര്യങ്ങൾ കൊടുത്തു പോകുമ്പോഴും മേ ബി സ്റ്റോറി വുഡ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇഫ് ഞാൻ 40 മാർക്സിന് പാസ്സായ പല സബ്ജക്റ്റും ഉണ്ട്, അതൊക്കെ എങ്ങാനും 39 ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ പറഞ്ഞ സ്റ്റോറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ എല്ലാവരോടും പറയാം, മക്കളെ സി എ ട്രൈ ചെയ്യേണ്ട,
നമ്മളെ ലൈഫ് വേസ്റ്റ് ആവും, ടൈം വേസ്റ്റ് ആവും എന്നുള്ളതായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. സോ വൺ തിങ് ദാറ്റ് ഇൻസ്പയർഡ് മീ എ ലോട്ട് ഇൻ യുവർ സ്റ്റോറി വാസ്, നിങ്ങൾ 7 അറ്റംപ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ സി ഇന്റർ ക്ലിയർ ചെയ്തെന്ന് പറയാം. ഇപ്പം നമ്മൾ ബാക്കൊക്കെ നോക്കുമ്പോൾ ആ ജേർണി ഫുള്ള് ബ്യൂട്ടിഫുൾ ആണ്, ബിക്കോസ് യു അച്ചീവ്ഡ് ഇറ്റ്. അതെ. പക്ഷെ ഓരോ Yeah. റിസൾട്ട് വരുമ്പോഴും യു ഡോണ്ട് നോ ദി ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ വാട്ട് കെപ്റ്റ് യു ഗോയിങ് ഓവർ ദെയർ? ആൻഡ് യാ മേ ബി ഐ എം ഔട്ട് ഓഫ് വേർഡ്സ്. അലി, ഓവർ ടു യു. നിങ്ങൾ പറയും, ഹൗ വാസ് ദിസ് എൻറ്റയർ എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ട് ഗിവ് അപ്പ് ചെയ്തില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേറൊരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. That's the truth. വേറെ സി എ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കുക അങ്ങനത്തെ ഒരു ധാരണയില്ല. ഡിഗ്രിക്ക് പോകാനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. സോ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ അറ്റംപ്റ്റ് ഫെയിൽ ആകുമ്പോഴും വീട്ടില് ഞാൻ പതുക്കെ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവണം, എന്നാൽ മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വീട്ടിൽ നമ്മൾ കംഫർട്ട് സോൺ ആയി മാറും. നമുക്ക് എന്താ ഇപ്പൊ പറയാ, എസ്കേപ്പ് ഒരു റൂമാണത് വീട്. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാലേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള തിരിച്ചറിയുള്ളൂ. ഈവൻ ഞാൻ 6th അറ്റംപ്റ്റ് ഫെയിൽ ആയപ്പോൾ പോലും ഞാൻ വേറൊരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോ അന്നെന്റെ മനസ്സിലുണ്ട് എങ്ങനെയാലും അടുത്ത അറ്റംപ്റ്റ് എഴുതണം എന്നുള്ളത്. അപ്പൊ ഈ പ്രൈവറ്റ് സ്കൂളിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലാവണത് നമ്മൾ വീട്ടിലിരുന്നിട്ട് എത്ര ടൈമാണ് കളയുന്നത് എന്നുള്ളത്. അപ്പൊ ഉടനെ ഞാൻ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാല് ആ ജോബ് റിസൈൻ ചെയ്തിട്ട് നേരെ വളാഞ്ചേരി ഒരു ഹോസ്റ്റലിൽ കയറി ഹോസ്റ്റലിൽ ഇരുന്ന് സ്വയം പഠിച്ചിട്ട് എഴുതി. അങ്ങനെയാണ് കിട്ടിയത്. ഓ, ദാറ്റ്സ് മൈ സ്റ്റോറി. വാട്ട് ഡിഫറൻസ് ഡിഡ് യു മേക്ക്? നിങ്ങളൊരു ഫീലിംഗിൽ ഒരു 6th അറ്റംപ്റ്റ് വരെ ചെയ്തതും 7th അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്നതും, വാട്ട് വാസ് ദി മാജിക് പിൽ? സിമ്പിൾ. വീട്ടിൽ നിന്ന് മാറിയിരുന്നു, കംഫർട്ട് സോണിൽ നിന്ന് മാറിയിരുന്നു. വീട്ടിൽ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ, ഐ മീൻ കംപ്ലീറ്റ്ലി എന്താ പറയാ, പാരന്റ്സിന് ഒരു കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു, ഓർ ലൈക്ക് ഓക്കെ മോന്റെ വിഷമം നെവർ, മനസ്സിലാക്കിയിട്ട് കുഴപ്പമില്ല? നെവർ, നെവർ, നെവർ. കംഫർട്ട് സോൺ ഉദ്ദേശിച്ചത്? കുഴപ്പമില്ല. അവര് ഒരു പരിധി വരെ നമ്മളോട് ഇപ്പൊ എന്തായാലും ഫെയിൽ ആയതിനെ പറ്റിയിട്ടുള്ള ടോക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അവര് ഒന്നും പറയില്ല, നമ്മളെ നിർബന്ധിക്കാനും ഉണ്ടാവില്ല. ഈവൻ എനിക്ക് എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നെ എന്തുകൊണ്ട് ഞാൻ ഗിവപ്പ് ചെയ്തില്ല എന്ന് പറയാണ്ടെങ്കിൽ എന്റെ ബ്രദേഴ്സാണ്. എനിക്ക് 2 ബ്രദേഴ്സാണ് ഉള്ളത്. സോ ബാക്കിയുള്ളവരൊക്കെ ആശ്വസിപ്പിക്കുമ്പോഴും ഇവരാണ് എന്നെ, ഐ മീൻ, കുറച്ച് അഗ്രസീവ് വേയില് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്നെ സംബന്ധിച്ചാണ്ട് എന്താ പറയാ, ഒരു ആശ്വാസം നൽകല്ല വേണ്ടത്. ഒരാള് എന്താ പറയാ, സാറിന് മനസ്സിലാവുമല്ലോ, ചീത്ത പറയാന്നുള്ള ആ ഒരു ഇതല്ല, ബട്ട് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് നമ്മളെ ലൈഫിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തരാൻ എന്റെ ബ്രദേഴ്സാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. സോ യാ, അവര് അവര് രണ്ടാളും ഇപ്പൊ ദുബൈയിലാണുള്ളത്. സോ ഞാൻ മാത്രം നാട്ടിലാവുമ്പോ അവരെന്നെ നല്ല, ഐ മീൻ, ഞാൻ അന്നത്തെ ടൈമിൽ എനിക്ക് അത് മനസ്സിലാവില്ല. അന്നത്തെ ടൈമിൽ എനിക്ക് അവരോട് എന്തൊക്കെയോ ദേഷ്യമുള്ള പോലെ ആയിരുന്നു. കാരണം നമ്മൾ ആ ഒരു രീതിയിലാണ്, നമ്മൾ അല്ലെങ്കിലോ ഡൗൺ ആയി നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടി ഇവരെടുത്തുനിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നും. ബട്ട് ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, കാരണം അവരെന്നോട് എന്തുകൊണ്ട് അങ്ങനെ അത്ര അഗ്രസീവായിട്ട് പെരുമാറി എന്നുള്ളത്. ചിലപ്പോൾ അതുകൊണ്ടാവും ഞാൻ ആ ജനുവരി അറ്റംപ്റ്റിൽ പാസ്സായത്. ദാറ്റ് വാസ്. വീട്ടിൽ നിന്ന് ഒരിക്കലും ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള, ലൈക്ക് ഇൻ ദ സെൻസ്, നിങ്ങളെ ഇത്രയും എഫേർട്ട് കണ്ടിട്ടും ടൈം വേസ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളൊരു കൺസേണിന്റെ ബേസിസിലെങ്കിലും നിങ്ങളെ ബ്രദേഴ്സോ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ടില്ല? വേറെ എന്ത് നോക്കാൻ, അതാണ് പ്രശ്നം. വേറെ എന്താ നോക്കുക? മേ ബി ഇപ്പോഴത്തെ കോമൺ ട്രെൻഡിൽ മേ ബി CA കിട്ടിയില്ലെങ്കിൽ വൈ നോട്ട് CMA, അല്ലെങ്കിൽ അതർ പ്രൊഫഷണൽ കോഴ്സസ്? അവിടെയാണ് ഫിക്സ്. ഞാന് ഐ മീൻ, ഫസ്റ്റത്തെ 2 അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എങ്ങനെയാലും സി എന്ന് ചാടാന്ന് വിചാരിച്ചിട്ട് ഇനി കിട്ടിയില്ലാണ്ടെങ്കിൽ സി ഒഴിവാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ 3rd അറ്റംപ്റ്റ് ചെയ്തു. നമ്മൾ പൊതുവെ ഈ സി എ കമ്മ്യൂണിറ്റിയിൽ ഒരു ടോക്ക് ഉണ്ടല്ലോ, നമ്മളെപ്പോ എവിടുന്ന് നമ്മൾ ചിന്തിക്കുന്ന തുടങ്ങണതിന് മുന്നേ തന്നെ ഐസിഐ നമ്മളത് ഇതാക്കുന്നു. ഞാൻ 3rd അറ്റംപ്റ്റിൽ എനിക്ക് അക്കൗണ്ട്സിൽ എക്സംഷൻ ആണ്. അപ്പൊ എനിക്ക് പോരാൻ പറ്റണില്ല. അപ്പോ അവിടെ തന്നെ ഒരു ലോക്കായി. അങ്ങനെ 4th അറ്റംപ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടി. പിന്നെ 6th അറ്റംപ്റ്റ് ഫെയിൽ ആകുമ്പോൾ ഞാൻ ഇത്ര ഉള്ളു, എനിക്ക് 2 പേപ്പർ എഴുതാനുള്ളൂ, ഓഡിറ്റും എസ് എമ്മും ആണ്. സോ ആ ലാസ്റ്റ് മിനിറ്റിൽ വെച്ച് പോണോ പോണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് എഴുതാൻ തന്നെ തീരുമാനിച്ചത്. വീട്ടുകാർ അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടില്ല, ബട്ട് ഭയങ്കര സപ്പോർട്ടീവ്. ഒരു കുഴപ്പമില്ല, എത്ര വേണം ട്രൈ ചെയ്തോ, നോ നെവർ ലൈക്ക് ദാറ്റ്. ബട്ട്
അവരെന്നെ അത്രക്ക് അങ്ങോട്ട് ഇപ്പൊ 7 അറ്റംപ്റ്റ് എടുത്ത വേറൊരു വീടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിറ്റുവേഷൻ മാറും. മൈ പാരൻസ് വാസ് ഓൾവേസ് വിത്ത് മീ. ജസ്റ്റ് ഒരു കൗതുകത്തിന്റെ പേരിൽ ചോദിക്കണം, നിങ്ങൾക്ക് സെവൻത്തിലും കിട്ടിയില്ലായിരുന്നെങ്കിൽ? 7th കിട്ടിയില്ലാണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് ദുബൈക്ക് കൊണ്ടുവരാനായിരുന്നു എന്റെ പാരന്റ്സിന്റെ എല്ലാവരുടെയും തീരുമാനം. ഇവിടെ എന്തെങ്കിലും +2 ക്വാളിഫിക്കേഷനിൽ കിട്ടുന്ന എന്തെങ്കിലും ജോലിക്ക് ഇതാക്കാനോ മേ ബി. മാഷാ ചിലപ്പോ അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു അത്രയും പ്രഷർ വന്നോണ്ടാവും ചിലപ്പോ ഞാൻ അത്രയും നോക്കിയിട്ട് കിട്ടിയത്. ആ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ വീഡിയോസ് കാണുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. സാറിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആശ്വാസമായിരിക്കും. ഭയങ്കര കംഫർട്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് സാറ് സംസാരിക്കുക. അത് ചില ആൾക്കാർക്ക് അത് ഡേഞ്ചറാണ്. ചില ആൾക്കാർക്ക് എന്താ പറയാ, അത്രയും നമ്മളെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള ചില ആളുകൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ സാറിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ICAI ഭയങ്കര ടഫസ്റ്റ് കോഴ്സാണ്, ടഫായ രീതിയിലാണ് എക്സാം ചെയ്യുക, സോ ഇറ്റ് ടേക്ക് ടൈം. അപ്പൊ അത് നമ്മളെ ഉള്ളിൽ ഇത് ഓക്കെ ആണെന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. യാ ദാറ്റ്സ് സം ഡേഞ്ചർ തിങ് എന്നെ അതില് സംബന്ധിച്ചിട്ടോ. അതിൽ എനിക്കൊരു ആസ്പെക്ട് പറയാനുണ്ടല്ലേ. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന റെഗുലർ ബാച്ചിലും ഒരു സംഭവമാണ്. ഇൻഫാക്ട് മേ ബി ഇന്നലെയും കൂടി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ച് ജാനുവരി എക്സാം എഴുതാൻ പോണ ബാച്ചാണ്. അവരോട് ഞാൻ പറയുന്ന ട്വന്റി ടോൺ, സിക്സ് ജാനുവരി 26, അവരോട് ഞാൻ പറയുന്ന ടോണും എൻ്റെ പല യൂട്യൂബ് വീഡിയോസും ഉണ്ടാവുക മേ ബി എക്സാമിന് അടുപ്പിച്ചാവുമ്പോൾ ഉള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ടാവുക. അതിൻ്റെ രണ്ടിൻ്റെ ടോൺ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഫാക്കൽറ്റിയാണ്, നിങ്ങളെ ഒരു സ്റ്റുഡൻറ്റ് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് അവരെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായെന്ന് പറഞ്ഞിട്ട്, ഞാൻ അത് ഓപ്പൺലി അഡ്മിറ്റ് ചെയ്യുന്ന സംഭവം, ഞാൻ എല്ലാ ബാച്ചസിലും പറയാറുള്ള സംഭവമാണ്. ഈവൻ എക്സാമിൻ്റെ 2 ദിവസം മുന്നേ സ്റ്റുഡൻസ് വിളിച്ചിട്ട് അവരെ പ്രോഗ്രസ് ലെവൽ എന്താണെന്ന് പറഞ്ഞു തന്നിട്ട്, സാറേ ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചാൽ ഞാൻ അവരോട് കള്ളം പറയാറുണ്ട്, എക്സാം എഴുതിക്കോ, ഞാൻ ഇത്ര പോലും പഠിച്ചിട്ടില്ല. ബിക്കോസ് ദ പോയിന്റ് ഇസ്, 2 ദിവസം മുന്നേ നിങ്ങളൊരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വാക്കുകൾ അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഉമ്മാനോട് പലപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, ഉമ്മ ഞാൻ പാസ്സാവോ? ഏത് എൻ്റെ ഉമ്മാക്ക് ഫൊഗെറ്റ് CA, ഫൊഗെറ്റ് ഡിഗ്രി, ഒന്നും അറിയില്ല. ഇത് എന്താ അറിയില്ല. പക്ഷെ ഉമ്മാന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ അത്രയും വാല്യൂ ചെയ്യുന്നുണ്ടാണ്. ഉമ്മ പറയും മോനച്ച് എന്തായാലും പാസ്സാവും, ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി. അപ്പോൾ ഒരു 2 വീക്സ് അഹെഡ് എക്സാം ഉള്ള ഒരു സ്റ്റുഡൻറ്റിനോട് നമ്മൾ സംസാരിക്കുന്ന പാറ്റേണും ഒരു 3-4 മന്ത്സ് അഹെഡ് എക്സാം ഉള്ള സ്റ്റുഡൻറ്റിനോട് സംസാരിക്കുന്ന പാറ്റേണും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ ഞാൻ ചിലപ്പോൾ ഇതിന്റെ സീരിയസ്നെസ് പറയണം. ഇൻഫാക്ട് ഇപ്പോൾ ഒരു 1.5 മാസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു CA കോഴ്സിന്റെ റിയാലിറ്റി പറഞ്ഞിട്ട്, ഇത് ഈ കാര്യങ്ങൾ അറിയാതെ CA കോഴ്സിന് ജോയിൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എടുക്കരുത്. ഉം, ഉം. ഞാൻ ബീയിങ് എ ഫാക്കൽറ്റി പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. ബട്ട് മോറൽ സൈഡിൽ, എത്തിക്കൽ സൈഡിൽ ഞാനൊരു ഫാക്കൽറ്റി ആകുമ്പോൾ നമ്മളാണ് ഈ സ്റ്റുഡൻസിനെ കാണാനുള്ളത്. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ടൈമിംഗ് ഓഫ് ദി മെസ്സേജ് അലി. Yes. ഞാൻ ഇങ്ങനെ പറഞ്ഞ പല സ്റ്റുഡൻസും പാസ്സായിട്ടുണ്ട്. പല ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ആ മോട്ടിവേഷൻ, നിങ്ങളെ വാല്യൂ ചെയ്തു എന്നുള്ള ഫാക്ടറിന്റെ ബേസിസിൽ അവർ വന്ന്. സോ യെസ്, ദർ ആർ ടു സൈഡ്സ്, ഓൾവേസ് ദർ ആർ ടു സൈഡ്സ്. ആൻഡ് അതന്നെ ഇൻഫാക്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു പോയിന്റും, എനിക്ക് എന്തൊരു സംഭവം പറയുമ്പോഴും കുറേ ലിമിറ്റേഷൻ ഉണ്ടാവും. കാരണം ഫെയിലിയർ, യെസ്, സ്റ്റുഡൻസിൻ്റെ ഫെയിലിയറിൽ എനിക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ ഞാനതൊരിക്കലും ഫെയിൽ ആവാത്തതുകൊണ്ട് എനിക്കത് എത്ര പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവില്ല. മേ ബി ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടും എനിക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, 3 അറ്റംപ്റ്റ് ഫെയിലായി, ഇനി എന്ത് ചെയ്യണം, 4 അറ്റംപ്റ്റ് ഫെയിലായി. സിൻസിയർലി ആഗ്രഹമുണ്ട്, CA അച്ചീവ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പലരുടെ സിറ്റുവേഷനിലും ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടും ഉണ്ട്. ദി ഒൺലി ക്വസ്റ്റ്യൻ ദി ആർ ആസ്കിങ് ഇസ്, സാറേ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ സാധാരണ ഇപ്പോൾ CA സ്റ്റുഡൻറ്റിന് കൊടുക്കാനുള്ള കുറച്ച് ബേസിക് ടിപ്സ് നമ്മൾ പറയാറുള്ളത്, അത് ഞാൻ ബിലീവ് ചെയ്യുന്ന സംഭവം, ഒന്ന് ഹാർഡ് വർക്ക്, വിച്ച് CA കോഴ്സിൽ നമുക്ക് സ്മാർട്ട് വർക്കും വേണം. നമ്മൾ കുറേ പഠിച്ചുകൊണ്ട് മാത്രം Yeah. കാര്യമില്ല. ICAI എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ എത്തണം. ഫസ്റ്റ് തിങ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നല്ലോണം വേണം. വിച്ച് സെയിം ക്വസ്റ്റ്യൻ വന്നോ വന്നില്ലേ എന്നുള്ളതല്ല, അത് നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും പേപ്പർ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള സംഭവം. കൺസിസ്റ്റൻസി, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് നമ്മൾ ഡെയിലി 10-12 മണിക്കൂർ പഠിച്ചു എന്നുള്ളത്. അത് കുറേ മോട്ടിവേറ്റഡ് ആയിട്ട് കുറച്ച് ദിവസം അങ്ങനെ പഠിച്ചു, പിന്നെ ബ്രേക്കായി. ബ്രേക്ക് വന്നാലും നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, അത് അടുത്ത ദിവസം കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുക. ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. 4, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സർക്കിൾ വിച്ച് ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഈ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് CA കോഴ്സിൽ മാത്രമല്ല, ത്രൂ ഔട്ട് ലൈഫിലും എല്ലാത്തിനും ലൈഫിൽ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട്. ആപ്ലിക്കബിൾ ആണ്. നമുക്ക് അവരുടെ ആ മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഫാക്ടർ. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഒരു സ്റ്റുഡൻറ് ഇംപ്ലിമെൻ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അവർ ക്ലിയർ ആവുന്നില്ലെങ്കിൽ
ദാറ്റ് ഇസ് വെയർ അലിനെ ഞാൻ ഈ സെഷനിൽ കൊണ്ടുവന്നത്, വിച്ച് ഇസ് വാട്ട് ഐ എക്സാക്ട്ലി മെൻറ്റ് വെൻ ഐ ആസ്റ്റ്. ആ സിക്സ്ത് അറ്റംപ്റ്റ് വരെ നിങ്ങൾ ചെയ്തതും സെവൻത്ത് അറ്റംപ്റ്റിലെ ഡിഫറൻസ് ഫാക്ടറും, ഓർ ഓരോ അറ്റംപ്റ്റിൽ ഒന്നുകൂടി മേ ബി നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ വാട്ട് യു ആക്ച്വലി ഫെൽറ്റ്, നിങ്ങൾക്ക് ആഹ്, ഇതായിരുന്നു എൻ്റെ മിസ്റ്റേക്ക്, അത് ഞാൻ മാറ്റി പിടിക്കണമായിരുന്നു. ഐ അണ്ടർസ്റ്റുഡ് വീട്ടിൽ നിന്ന് മാറിക്കുക കംഫർട്ട് സോൺ, ദാറ്റ് ഇസ് ഫൈൻ. ബീങ് സ്പെസിഫിക് ടു ദ സബ്ജക്ട്സ്, നിങ്ങൾ എന്ത് ഡിഫറെൻറ്റ് അപ്രോച്ച് ആണ് എടുത്തത്, ഓർ വാട്ട് വാസ് ദി എക്സാക്ട് മിസ്റ്റേക്ക് ദാറ്റ് യു റിയലൈസ് ഇൻ ദിസ് സ്റ്റെപ്സ്? യാ സബ്ജക്ട്സിൽ ഇപ്പോ ഞാൻ ഇന്റർ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുമ്പോൾ 8 സബ്ജക്ട് അക്കൗണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അക്കൗണ്ട്സ് സെക്കൻഡ് പേപ്പർ എഴുതുന്നു, മറക്കുന്നു തുടങ്ങിക്കണം. ഫസ്റ്റ് ഗ്രൂപ്പ് അക്കൗണ്ട്സ്, ലോ, പോസ്റ്റിംഗ്, ടാക്സ്, ഈ 4 പേപ്പർ ആയിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പില്. സെക്കൻഡ് ഗ്രൂപ്പിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ്, പിന്നെ EIS, ഓഡിറ്റ്, FM ആൻഡ് എക്കണോമിക്സ്. അപ്പൊ ഇതില് ഫസ്റ്റ് ഗ്രൂപ്പ് ആദ്യം ക്ലിയർ ആയിട്ട് മറ്റേ എടുക്കാന്നുള്ള രീതിയിൽ തന്നെയാണ് ആദ്യത്തെ 4 അറ്റംപ്റ്റും പോയിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിട്ടില്ല ആ ഫസ്റ്റിൽ ടൈമിൽ. ഓഡിറ്റ് ചെയ്യുന്നു, ലോയും ഓഡിറ്റ് ചെയ്യുന്നു ഫസ്റ്റിൽ, സെക്കൻഡിലായിരുന്നു കോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡിലെ ഫസ്റ്റ് സബ്ജക്ട് കോസ്റ്റിംഗ് ആണ്. യെസ്, ഞാനും കുറച്ചു നേരം ഒന്ന് ട്വിസ്റ്റ് ആയി നിങ്ങൾ പറഞ്ഞപ്പോൾ. അല്ല അതിപ്പോ അന്ധകാലം അല്ല, അന്ധകാലം മെയ് കോസ്റ്റിംഗ് സെക്കൻഡ് ഗ്രൂപ്പിലായിരുന്നു അല്ലേ? അങ്ങനല്ലേ? അല്ലല്ല, അന്ധകാലം പോസ്റ്റിംഗ് ഫസ്റ്റ് ഗ്രൂപ്പിലാ. അത് ഇങ്ങളെ കാലം, നിങ്ങളെ അന്ധകാലത്തേക്ക് പോകല്ലേ, ഇന്റെ അന്ധകാലത്തേക്ക് വരും. ആ, ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. കേട്ടോ. ആ, ആ അപ്പോ ഓക്കെ. എനിക്ക് പ്രോബ്ലം പേപ്പർ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതുമായിരുന്നു. സോ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യുനോ റെഗുലർ ക്ലാസ് പോയി എൻജോയ് ചെയ്തു, പഠിച്ചില്ല. ടോട്ടലി മൈ ഫോൾട്ട് ആയിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്. സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് ടാക്സ് ആണ് പോയത്. അക്കൗണ്ട്സ് സംതിങ് സെക്കൻഡ് അറ്റംപ്റ്റിലാണ് എൻ്റെ ടിസ്റ്റ്. അക്കൗണ്ട്സ് 59, പോസ്റ്റിംഗ് 58, ലോ ഐ 46, ടാക്സ് 37 അങ്ങനെ എന്തോ ആയിട്ട്. ടാക്സ് കാരണം ആ ഗ്രൂപ്പ് പോയി, ആ അറ്റംപ്റ്റ് പോയി. എക്സംഷൻ 1-2 മാർക്കിന് അക്കൗണ്ട്സിലും ലോയിലും പോയി. സെക്കൻഡ് അറ്റംപ്റ്റ് വരെ അങ്ങനെ. പിന്നെ വേറൊരു ടിസ്റ്റ് ഉണ്ടായി. തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, അക്കൗണ്ട്സിൽ എക്സംഷനും കിട്ടി. ടാക്സ് ഫെയിലായി, കാരണം ഞാൻ ടാക്സിൽ അമെന്റ്മെന്റ് നോക്കിയില്ല. ടാക്സിൽ അമെന്റ്മെന്റ് നോക്കാതെയാണ് പഠിച്ചത്. ഞാൻ എഴുതിയൊക്കെ പ്രീവിയസ് എക്സാമിലായിരുന്നെങ്കിൽ ഫുൾ പക്ക കറക്റ്റ് മാർക്ക് ആയിരുന്നു. ഞാൻ ഫുൾ RT എടുത്ത് നോക്കി, അപ്പോഴാണ് മനസ്സിലാവുന്നത് അമെന്റ്മെന്റിന് അത്രയും പ്രസക്തി ഉണ്ടായിരുന്നു. I was so ignorant that I failed to study amendments also. അങ്ങനെയാണ് തേർഡ് അറ്റംപ്റ്റ് പോയത്. ഞാൻ ഫോർത്ത് അറ്റംപ്റ്റിൽ അല്ലെന്നില്ല ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടി, അത്യാവശ്യം മെനക്കെട്ടിരുന്നത്. ഫിഫ്ത്ത് കൊളായത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഫസ്റ്റ് കിട്ടിയല്ലോ, ഇനി 2 പേപ്പറല്ലേ ഉള്ളൂ. ആ ഓവർ കോൺഫിഡൻസിലാണ് ഫിഫ്ത്ത് പോയത്. ഇതെല്ലാരും കേൾക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 പേപ്പറുള്ളൂ, ഈവൻ 1 പേപ്പർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും അതിനൊരു നെവർ മൈൻഡ് ആയി കാണരുത്. കണ്ടാ ആ അറ്റംപ്റ്റ് ആണ് നിങ്ങൾക്ക് പോണത്. അതന്നെ. പിന്നെ സിക്സ്ത് എന്താ വെച്ചാൽ സിക്സ്ത് എനിക്ക് പ്രഷർ, ഐ മീൻ ഞാൻ നല്ല ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ നല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു സിക്സ്ത്തിന്. ബട്ട് എക്സാമിന്റെ ഇടയിൽ ഒരു ആൻസർ തെറ്റിയതിന്റെ പേരിൽ ഞാൻ ആകെ ടെൻഷൻ എടുത്തിട്ട് ഫുൾ കൊളായി ചെയ്ത്. സിക്സ്ത്തിൽ ഓഡിറ്റ് ആണ് പോയി തോന്നുന്നു. ഓഡിറ്റ് പോയി. FM-ല് എക്സംഷൻ ഒന്നുമില്ല, ജസ്റ്റ് പാസ് അങ്ങനത്തെ ഒരു രീതിയിലെത്തി. വലിയ ടിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ സിക്സ്ത്തിൽ കവർ ചെയ്തതിന്റെ ഒരു 75% മാത്രമേ സെവൻത്തിൽ പ്രോപ്പറായി പഠിച്ചിട്ടുള്ളൂ. സെവൻത്തിൽ ഞാൻ പാസ്സാനുള്ള മെയിൻ കാരണം എന്റെ മൈൻഡ് പക്ക ഓക്കെ ആയിരുന്നു. ഞാൻ അത്യാവശ്യം കൂളായിട്ടാണ് എക്സാം എഴുതിയത്. ഹൗക്കം നിങ്ങൾ സിമ്പിൾ ആയിട്ടാണ് എക്സാം എഴുതിയെന്ന് പറയണത്? ലൈക്ക് കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും അത് കുഴപ്പമില്ല അങ്ങനെ? അല്ലല്ല, അങ്ങനല്ല. കാരണം എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ഞാനിപ്പോ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ RCP MCP ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ ആൻസർ അറിയാം, പ്രസന്റ് ചെയ്യാനും വെയിക്കുണ്ടായിരുന്നു. കാണുന്നില്ല സാർ? യാ, എന്തോ ബ്ലറായ പോലെ. എൻ്റെ ക്യാമറ ബ്ലറായി. താങ്ക്സ് ഫോർ ഇൻഫോർമിങ്. ഞാൻ ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ കണ്ടില്ല. യാ. ഓക്കെ. സിമ്പിളായിട്ട് എഴുതിയതല്ല, ഞാൻ അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് എക്സാമിന് എഴുതിയത്. എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ അവിടെയാണ് ട്വിസ്റ്റ്. ഓഡിറ്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരിക്കലും നിങ്ങൾ ആരും ഫോളോ ചെയ്യരുത്. എനിക്ക് വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്തതാണ്. ഓഡിറ്റിൽ 11 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ ഐ തിങ്ക് 6 ചാപ്റ്റേഴ്സ് ഞാൻ പക്ക പെർഫെക്റ്റ് ആയിരുന്നു. പക്ക പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ എന്നെ കൊണ്ട് പറ്റിയിരുന്നു. ആ ഒരു കോൺഫിഡൻസിൽ പോയി. പിന്നെ FM എനിക്ക് അത്യാവശ്യം അറിയുകയും ചെയ്യാം. ഇപ്പൊ ഓഡിറ്റ് എഴുതിയപ്പോ
ഈവൻ ഞാൻ 25 അറ്റംപ്റ്റിൽ ഓടിച്ച് അത്യാവശ്യം ടഫ് പേപ്പർ ആയിരുന്നു. അപ്പോഴും ഞാൻ കുറച്ച് കുഴപ്പമില്ല കിട്ടുണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്റെ ഒരു ആഗ്രഹത്തില് എക്സാം ടഫ് ആവണമെന്നേ ഇരുന്നു എനിക്ക് ആഗ്രഹം. കാരണം ഈസി ആണെന്നുണ്ടെങ്കിൽ വാല്യുവേഷൻ ടൈറ്റ് ആക്കും എന്നുള്ളൊരു ഇത് സത്യമാണോ മിസ്സാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒരു വിശ്വാസം അങ്ങനെയായിരുന്നു. ഈസി ആവാൻ പാടില്ല, മാക്സിമം ടഫ് ആവണം. അങ്ങനെയാണെങ്കിൽ പിന്നെയും ഗ്രേസോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് കയറാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഓടിച്ച് ടഫ് ആവുകയും ചെയ്ത് ഒരു വിധത്തിലേക്ക് എഴുതാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ എഫ് എമ്മും നല്ല ആ ഒരു 1.5 ഡേയ്സിൽ ഐ തിങ്ക് ഞാൻ ഉറക്കമൊന്നും ശരിയായിരുന്നില്ല. ഉറക്കമൊന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ആകെ 3 മണിക്കൂർ എന്തോ ഉറങ്ങിയിട്ടുള്ളൂ. എന്നിട്ടാണ് എക്സാം വെച്ചത്. അതാ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇത് ഫോളോ ചെയ്യരുത്. എന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു, വേറെ വഴിയില്ല. അങ്ങനെ ആണ് 7th അറ്റംപ്റ്റിൽ ക്ലിയർ ആയത്. ഒരിക്കലും ഫോളോ ചെയ്തിട്ടാ, കാരണം വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ്. ലാസ്റ്റിക്ക് വെക്കരുത്. യാ, ദാറ്റ്സ് ഇറ്റ്. What is your expectations about CA final, Ali? ആദ്യം ഇവിടെ നിന്ന് കഴിച്ചില്ല എന്നിട്ട് ഫൈനൽക്കൊക്കെ ചിന്തിക്കാം. This തിങ് is some. ഞാൻ ഇപ്പൊ Yeah. യാ നമ്മള് ഇപ്പൊ ഒന്ന് ഒരു ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഏകദേശം ഞാൻ 2020-ലാണ് +2 പാസ് ഔട്ട് ആവുന്നത്. അന്ന് മുതൽ ഈ 2025 ജാനുവരി വരെ പഠിത്തം പഠിത്തം എന്നുള്ള മാത്രം സൈക്കിളായിരുന്നു. ഇപ്പൊ ഇവിടെ ആർട്ടിക്കിൾഷിപ്പ് ഒന്ന് എൻജോയ് ചെയ്യാത്ത, ഐ മീൻ ഇത് ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ തന്നെ ഫൈനലിൽ തുടങ്ങണം എന്നൊക്കെ എനിക്കറിയാം. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഓഗസ്റ്റ് വരെങ്കിലും എനിക്ക് ഇങ്ങനെ നടക്കണം. ഓഗസ്റ്റ് മുതൽ ഫൈനൽ തുടങ്ങാന്നുള്ള ഒരു ഇതിലാണ്. ഇൻഷാ നേരത്തെ തുടങ്ങിയാൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കണം. നിങ്ങൾ ഫസ്റ്റ് എലിജിബിൾ ആവണ അറ്റംപ്റ്റ് ഏതാണ്? ജാനുവരി 2028. 28. യാ, ഫെയർ എനഫ്. നിങ്ങൾ ഓഗസ്റ്റ് വരെ നിങ്ങൾ റെസ്റ്റ്, നിങ്ങൾ ഇത് എൻജോയ് ചെയ്തോളി. യു ഡിസേർവ് ദാറ്റ് ബ്രേക്ക്. യാ, ഡെഫിനറ്റ്ലി യു ഡിസേർവ് ദാറ്റ് ബ്രേക്ക്. അങ്ങനെ പിന്നെ പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് പറയാനുള്ളതാണ്, ഈ എക്സാം ഫെയിൽ ആയി നിൽക്കുന്ന ടൈമിൽ നമുക്ക് കാണുന്നവരൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ആളുകളാണ്. ഈവൻ യൂട്യൂബിന് കറക്റ്റ് നമ്മളെ മൈൻഡിൽ എന്താണെന്ന് അറിയാം. ഒരു കറക്റ്റ് ആൽഗരിതം വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ സാധനം തന്നെ എന്താ റെക്കമെൻഡേഷൻ ആയിട്ട് വരും. നമ്മളാ ടെൻഷനിൽ ഒക്കെ കാണും. അത് കാണുന്നവരൊക്കെ നമ്മളെ മെന്റർമാരാണ്. ഒരിക്കലും അത് ചെയ്യരുത്. ഓവറായിട്ട് പല ആൾക്കാരുടെ അടുത്തുനിന്ന് ഗൈഡൻസ് എടുക്കരുത്. നമുക്ക് വിശ്വാസമുള്ള, അത്യാവശ്യം ഇതിനെ പറ്റിയിട്ട് അറിയണ ഒരൊറ്റ ആളെ ഫോളോ ചെയ്യുക. അയാൾ എന്ത് പറഞ്ഞോ അത് ചോദ്യം ചെയ്യാതെ അത് വർക്ക് ചെയ്യുക. അയാളിപ്പോ ഇന്ന് രാത്രി 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അതെന്താ രണ്ടെണ്ണം, എനിക്ക് കല്യാണം കൂടാൻ പോകാണ്ട്, അതാണ് ഇതാണ്, ഒരു ചോദ്യമില്ല, അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോലും പാടുള്ളൂ. യാ, എനിക്ക് എന്റെ ബ്രദറായിരുന്നു അങ്ങനെ ഒരു മെന്റർ ആയിട്ടുള്ളത്. അവനക്ക് അവൻ നഴ്സിംഗ് ആണ് പഠിച്ചിട്ടുള്ളത്, ദുബൈയിലാണ്. അപ്പൊ അവൻ അങ്ങനെ ഇടക്കിടക്ക് വിളിക്കും, എന്തായി ഇന്ന് എത്ര നോക്കി, അങ്ങനത്തെ കാര്യം. പിന്നെ ഇതില് ബ്രദറിനെക്കാളും പുറമെ എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, സാറിന് അറിയാം. ഞാൻ നവംബർ 22 അറ്റംപ്റ്റിൽ നമ്മളൊപ്പം ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു അബ്ദുൽ ഹഫീൽ എന്നാണ് അവന്റെ പേര്. ഐ തിങ്ക് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അവനായിരുന്നു എനിക്ക് ഫുൾ സപ്പോർട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവനിപ്പോ ദുബൈയിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാഷാല്ലാ. സി എ എടുക്കട്ടെ എന്നൊരാൾ ചോദിച്ചാലും ഇപ്പൊ ഞാൻ പറയാലോ, ഞാൻ സി എ എടുക്കട്ടെ, നിങ്ങൾ എന്താ പറയാ? നിങ്ങളെ ഫസ്റ്റ് റിയാക്ഷൻ എന്താ ഉണ്ടാവുക? മെനക്കട റെഡി ആണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ. അതല്ല, വേറൊരു ഡിഗ്രി പോലെ എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക, മറ്റേ ഇടയിൽ കൂടി നൈസായിട്ട് ജസ്റ്റ് പാസ്, അങ്ങനത്തെ സ്കീമാണെന്നുണ്ടെങ്കിൽ ഏത് അയലത്ത് വരണ്ട. ലൈഫ് പെട്ടുപോകും. മെനക്കട റെഡി ആണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. എന്റെ അറിവിൽ മെനക്കെട്ടവർക്കൊക്കെ അലമ്പില്ല, വലിയ കുഴപ്പമില്ലാതെ കേസിലായിട്ടുണ്ട്. അറ്റ് സം സ്റ്റേജ് നിങ്ങൾ മേ ബി ഒരു കൺക്ലൂഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മേ ബി വുഡ് യു അഡ്മിറ്റ് ദാറ്റ് 7 അറ്റംപ്റ്റ്സ് എടുത്തത് നിങ്ങളെ ഫോൾട്ട് തന്നെ ആയിരുന്നു, അതോ മേ ബി അപ്പോൾ ഇതിനേക്കാൾ? പിന്നെ ആരെ ഫോൾട്ടാ? ഞാൻ തന്നെയാണ്, എന്റെ ഫോൾട്ട് തന്നെയാണ്. എന്റെ പ്രിപ്പറേഷൻ ഈവൻ അമെന്റ്മെന്റ് പോലും പ്രോപ്പർ നോക്കാതെ പോയ ഞാൻ പിന്നെ ഇങ്ങനെ ICI പേപ്പർ ടഫാക്കി എന്ന് പറയുന്നു. ഞാൻ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാത്ത പ്രശ്നമാണ്. ഇൻഷാല്ലാ തന്നെ ഈ സി എ ഫൈനൽ ക്ലിയർ ആയ പല സ്റ്റുഡൻസും അവരെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ വുഡ് ബി, പിന്നെ വൺസ് ആ അച്ചീവ്മെന്റ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വെൻ യു ലുക്ക് ബാക്ക് യു വിൽ ബി ലൈക്ക് ഈ ജേണി എല്ലാം ഡെഫിനറ്റ്ലി വർത്ത് ആയിരുന്നു എന്നുള്ളത്. ഐ സിൻസിയർലി വെറുത്തായിരുന്നു. സിൻസിയർലി വിഷ് നിങ്ങളെ കേസിലും അതന്നെ ആവട്ടെ, അലി. ആൻഡ്
മേ ബി യാ സെക്കൻഡ് തിങ് മേ ബി പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം UAE ആർട്ടിക്കിൾഷിപ്പ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എന്തൊക്കെ ശ്രദ്ധിക്കണം? ഉം. ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒന്നാമത് ഇപ്പോ ഭയങ്കര ക്രൈസിസ് ആണ്. ഈവൻ ഇന്ത്യ അറ്റംപ്റ്റിൽ പാസ്സായി വന്ന പല കുട്ടികളും ഇപ്പോഴും ആർട്ടിക്കിൾഷിപ്പ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. അതായത് ജാനുവരി 2025 റിസൾട്ട് വന്നത് മാർച്ച് 4th ആണ്. മാർച്ച് 10ന്റെ മുന്നേ ഇവിടെ എത്തിയ പല ആളുകളും ഇപ്പോഴും ആർട്ടിക്കിൾഷിപ്പ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. തിങ് ഈസ് 2025 ബിഗിനിങ്ങോട് കൂടി ഇവിടെ കുറെ CFMs എംപ്ലോയി വിസ കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഡിപ്പെൻഡന്റ് വിസ ഉള്ളവർക്ക് മാത്രം ആർട്ടിക്കിൾഷിപ്പിൽ ജോയിൻ ചെയ്യാന്നുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. സോ അത് വലിയൊരു പ്രശ്നമാണ്. ഡിപ്പെൻഡന്റ് വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹസ്ബൻഡിന്റെ കെയർ ഓഫിൽ വൈഫ് അല്ലെങ്കിൽ പാരന്റ്സിന്റെ കെയർ ഓഫിൽ ഇവിടെ നിൽക്കുക എന്നുള്ള അത് എല്ലാവർക്കും പോസിബിൾ ആവില്ലല്ലോ. റീസൺ പോസിബിൾ ആവില്ല എന്ന് പറയാൻ കാരണം ഇത് എത്ര 1 ഇയർ കാലാവധിയാണ്, കോസ്റ്റ്ലി എന്ന സംഭവം അതാണോ? അതല്ല, ഒന്നുകിൽ ഹസ്ബൻഡ് ഇവിടെ വേണം, അല്ലെങ്കിൽ പാരന്റ്സ് ഇവിടെ വേണം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് വന്നാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് വിസ എടുക്കാൻ പറ്റില്ല ഓക്കെ, എന്ന് തോന്നുന്നു. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ, ഈ പിന്നെ ഫാമിലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലി അവിടെ ഉള്ളവർക്കും ഇത് ലൈക്ക് എത്രയാണ് ഇപ്പൊ ഇതിന്റെ കോസ്റ്റ് കാര്യങ്ങൾ വരുന്നത്? ഇപ്പോൾ ഒരു ഡിപെൻഡന്റ് വിസ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഉണ്ട് അവിടെ, റിലേറ്റീവ്സ് അവിടെ ഉണ്ട്, ഇൻ ദാറ്റ് കേസ്? എനിക്കത് വലിയ ഐഡിയ ഇല്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് യാ, അന്വേഷിച്ചിട്ട് പറയാം കറക്റ്റ് എങ്ങനെയാണ് ഡിപ്പെൻഡന്റ് വിസക്ക് വരുന്നത് എന്നുള്ളത്. ഓക്കെ. പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല, നമുക്കിപ്പോ കുറെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോ ഞാനും സാറും ഉള്ള GCC ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുണ്ട്. ഉടനടി റിപ്ലൈ യെസ്. കിട്ടും. Yeah, yeah. എല്ലാരും നമ്മളിപ്പോ ഹെൽപ്പ് ഒരു ചെയ്യാൻ തന്നെ ബാങ്ക് അടിച്ച് റെഡിയാണ്. നിൽക്കുന്ന ടൈമല്ല, ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെ വന്നിട്ട് എന്തായാലും ഒന്നാമത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഹെൽപ്പ് ചെയ്യും. മലയാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ. തന്നെ എല്ലാരും ഹെൽപ്പ് ചെയ്യും. ഞാൻ യാ, അപേക്ഷിച്ചിട്ടുണ്ട് അത് പല ടൈമിലും. യാ. എല്ലാരും ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്നാലും വരണ്ടാന്നൊന്നും ഞാൻ പറയില്ല. ഏറ്റവും നല്ലത് റിസൾട്ട് വരണതിന്റെ മുന്നേ ഇവിടെ ഉണ്ടാവണം. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവര് ഹയറിംഗ് ഒക്കെ പെട്ടെന്നായിരിക്കും. അപ്പോ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ അപ്പൊ തന്നെ എത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കണം. That's the thing. പിന്നെ ചിലവരെ ഇടയിൽ ഒരു മിത്ത് ഉണ്ട്, ബൂത്ത് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടുന്ന് CFMs അങ്ങോട്ട് ടിക്കറ്റും അയച്ചെന്ന് വിസ എടുക്കാണ്ട് റാഞ്ചി കൊണ്ടുപോകുന്നുള്ളത് അതൊക്കെ വെറും മിത്താണ്. ഞാൻ വിചാരിക്കരുത്. അതൊക്കെ റയർ കേസിൽ മാത്രമേ സംഭവിക്കുള്ളൂ. മാക്സിമം ഇവിടെ വിസിറ്റ് വിസ എടുത്ത് വരണം. ഇവിടെ നമ്മൾ എന്നിട്ട് അന്വേഷിക്കണം. ഇവിടെ CA അവരുടെ പോയിന്റ് ഓഫ് ആർട്ടിക്കിൾസ് ഒന്നും വ്യൂന്ന് ഇല്ല. ലോ കോസ്റ്റില് സ്കിൽഡ് ട്രെയിനീസിന് കിട്ടണം. അവിടെ ഇറ്റ് ഡസന്റ് മാറ്റർ നിങ്ങൾ എത്ര യാ, ആണ് എന്നുള്ളത്, ഇഷ്ടം പോലെ ഇപ്പൊ ആളുണ്ട് നത്തിങ്. എന്നുള്ള നിലക്ക്. യാ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, മനസ്സിലായി. പ്ലാൻ എന്താ അല്ലേ പാസ്സായി കഴിഞ്ഞാൽ CA? പ്ലാൻ എന്താണ്, ഞാൻ ഇനിയിപ്പോ CA കണ്ടിന്യൂ ചെയ്യണോന്ന് ആലോചിക്കാൻ. വട്ടായ? നോക്കട്ടെ. അതല്ല, ആ, ഞാൻ എന്തായാലും എംപ്ലോയ്മെന്റ് തന്നെയാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ UAക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഫേമോ നോക്കാം. എന്തായാലും ഇന്ത്യയിൽ ഫേം ഇടുക എന്നുള്ള പോസിബിലിറ്റി അടഞ്ഞു ഓൾറെഡി. അത് കേട്ടി നടക്കുന്ന കേസല്ല. പോസിബിലിറ്റി? ഇന്ത്യയിൽ ഫേം ഇട്ടാണ്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇന്ത്യത്തെ ഇൻകം ടാക്സോ അങ്ങനത്തെ ഒന്നും ഇവിടെ ആർട്ടിക്കൽഷിപ്പിൽ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ തന്നെ നോക്കാൻ വെച്ചിട്ടാണ്. അല്ല, വൈ പെട്ടെന്ന് ക്വിറ്റ് ചെയ്യാന്നുള്ള സംഭവം പാസ്സായി കഴിഞ്ഞപ്പോ പെട്ടെന്ന്? അങ്ങനെയല്ല, റെക്കോർഡിങ് ഓഫാക്കി എന്നാ ഞാൻ പറയാം. ഫൈൻ ഫൈൻ, ഓക്കെ ഓക്കെ ഫൈൻ. ഓഫ് ചെയ്യും പറയാ. ഇതൊന്നും അത് ടെൻഷൻ ഉണ്ടാവും. എനിത്തിങ് മോർ അലി, ഈ എക്സാം എഴുതാൻ പോണ സ്റ്റുഡൻസിനോട്? എക്സാം ഒറ്റ കാര്യമുള്ളൂ, ഇന്റൻസിറ്റി അല്ല പ്രധാനം, കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. ലേൺ ദാറ്റ്. നിങ്ങൾ എത്ര ഇന്റൻസ് ആയിട്ട് ഒരു ദിവസം 8 മണിക്കൂർ 13 മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞതിനേക്കാളും ബെറ്റർ നിങ്ങൾ എന്നും ഒരു 4 or 5 hours ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പാസ്സാവാം. തുടക്കത്തിൽ തന്നെ നോക്കണം. തുടക്കത്തിൽ നോക്കിയില്ലാണ്ടെങ്കിൽ പിന്നെ പെടും. ഒന്നും കാട്ടാൻ പറ്റില്ല. പോയ ടൈം നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. ഓക്കെ അലി, താങ്ക് യു ഫോർ ദി സെഷൻ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇൻഷാല്ലാ നിങ്ങളെ കൊണ്ട് പറ്റണ മാതിരി ഈ
നിങ്ങൾ പോയ പോലെ തന്നെ ആ സ്ട്രഗിൾസിൽ മേ ബി പോണ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പറ്റണ മാതിരി അവരെയും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ GCC ഗ്രൂപ്പിലും ഐ ക്യാൻ സി നിങ്ങൾ വൺ ഓഫ് ദി ആക്റ്റീവ് മെമ്പറാണ്. അതേമാതിരി ഇൻഷാല്ലാ ഈ കമ്മ്യൂണിറ്റിയിലെ സ്റ്റുഡൻസിന് നിങ്ങളെ ഈ മെസ്സേജിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ. സ്റ്റേ ഇൻ ടച്ച്. ആർക്ക് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ സാർ അടുത്തുണ്ട്. ഇൻഷാല്ലാ. പിന്നീട് യു എയിൽ ആർട്ടിക്കൽ ഷിപ്പിന് വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്യാം. ഇൻഷാല്ലാ. കീപ് ഇൻ ടച്ച് അലി. താങ്ക് യു സർ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. പിന്നെ ബോറയിക്കണോ വർത്താനം ഇല്ലടാ, ഇതൊക്കെ? ഇല്ല, ബോറൊന്നുമില്ല. ഉറപ്പല്ലേ? ബോറൊന്നുമില്ല. ഓക്കെ ഓക്കെ. എനിക്ക് നല്ലത്. സ്റ്റാൻഡേർഡ് ആവാനുള്ള കളി അറിയില്ലേ. ഞാനാണെങ്കിൽ നാടൻ വർത്താനം തന്നെയാണ്. ഒരാള് ജെന്വിൻ ആവണം, അതല്ല വേണ്ടേ. അല്ലാതെ നമുക്ക് നല്ലത്. മാഷാ അല്ലാ. ഓക്കെ.